നമസ്കാരം. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീഡിയോ ചെയ്യുന്ന പണി നിർത്തിയാൽ എന്തെന്നൊരു സീരിയസ് ആയി ആലോചിക്കുകയാണ്. ഡി എയുടെ ഡി എയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. ഡി എ കൊടുക്കാത്തതുകൊണ്ടല്ലേ വീഡിയോ ചെയ്യുന്നത്? ഞാൻ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് സുഭാഷിത വീഡിയോയ്ക്കകത്ത് നമ്പർ വച്ചിരിക്കുന്നത്, ഇത് വലിയ ചിലവുണ്ട് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഭംഗിയായി നടത്തുന്നവർ ഏതെങ്കിലും ഒരു യൂട്യൂബറോട് ചോദിച്ചു നോക്കുക. എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബോ അല്ലെങ്കിൽ കുറേ കണ്ണാപ്പി യൂട്യൂബുകൾക്ക് നല്ല പൈസ കിട്ടും. കാരണം അവരെന്ത് കോമാളിത്തരം ഇട്ടാലും കാണാൻ ആളുള്ളതുകൊണ്ട് പൈസ കിട്ടും. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള സ്റ്റാൻഡേർഡായി കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന, വിശകലനം ചെയ്തു പോകുന്ന യൂട്യൂബുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തുടക്കക്കാരാണ്. ഞങ്ങൾക്ക് വലിയ പണമുള്ളവരല്ല. എന്നാൽ ഞങ്ങൾക്ക് ചിലവുണ്ട്. ക്യാമറ, സ്റ്റുഡിയോ, റിപ്പോർട്ടർമാർ, അതുപോലെ തന്നെ അതിന് മറ്റ് സ്റ്റാഫ്, അവർക്കെല്ലാം പൈസ കൊടുക്കണം. ഫ്രീ ആയിട്ടല്ലല്ലോ. ആർക്കും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ദിവസം 5 ദിവസം ചെയ്യുമ്പോൾ മാസങ്ങളോളം ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും. ഗസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പണം എടുക്കാതിരിക്കാം. ബാക്കി എന്നുള്ള അല്ലെങ്കിൽ വരുന്ന പ്രസൻറ്റർ എന്നുള്ള നിലയിൽ ബാക്കിയെല്ലാം പണച്ചെലവുള്ളതാണ്. അതുകൊണ്ടാണ് സംഭാവനകൾക്കും പരസ്യങ്ങൾക്കും, സംഭാവനകൾക്കുപരി പരസ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും, നല്ല നിർദ്ദേശങ്ങൾക്കും നല്ല നിങ്ങളുടെ അനുഭവങ്ങൾക്കും വേണ്ടി അറിയിക്കാൻ എൻ്റെ തന്നെ പ്രധാന നമ്പറായിട്ടുള്ള പേഴ്സണൽ നമ്പർ വച്ചിരിക്കുന്നത്, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന പേഴ്സണൽ നമ്പർ വച്ചിരിക്കുന്നത്. പക്ഷേ ഡി എയുടെ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയില്ല എന്നൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കുറേ ചേട്ടന്മാർക്ക് വലിയ ചൊറിച്ചിലാണ്. ഇന്നലെയും 2-3 പേരെ എന്നെ വിളിച്ചിട്ട് എന്നോട് തെറി പറയുകയാണ്. എനിക്കിത് ശ്വാസം വിടാൻ, എനിക്ക് അങ്ങോട്ട് മറുപടി പറയാൻ സമയം തരാതെ, ശ്വാസം വിടാൻ സമയം തരാതെ ഇങ്ങോട്ട് തെറി പറയുകയാണ്. കാര്യം എന്താണ്? അവർ ചോദിക്കുന്നത് എന്താണ്? 18 മാസം ഡി എ തന്നില്ലെങ്കിൽ എന്താ? ആരാ കിട്ടാത്തവരാണ് ഈ പറയുന്നത്. 18 മാസം ഡി എ തന്നില്ലെങ്കിൽ എന്താ സർക്കാർ, നിങ്ങൾ മോഡിയെക്കുറിച്ച് തെറി പറയാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോദിയെക്കുറിച്ച്, അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വീണ്ടും പറയണം, മോദി 18 മാസം തന്നില്ല ഡി എ, അതുപോലെ ഒരുപാട് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഇതുവരെ ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ ഇന്നലെ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു 18 മാസത്തെ കോവിഡ് കാലത്തെ ഡി എ സംബന്ധിച്ച് തീരുമാനമുണ്ടാകേണ്ടതുണ്ട്, അത് പെൻഡിങ് തന്നെയാണ്. അത് കോവിഡ് കാലമായതുകൊണ്ട് രാജ്യത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, വലിയ പ്രതിസന്ധി വന്നതുകൊണ്ട് 18 മാസത്തത് തീരുമാനമാകാതിരിക്കുകയാണ്. അത് തീരുമാനമാകും എന്നുള്ള നിലയിലാണ് ഇരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നു. എന്നാൽ ബാക്കിയുള്ള മുഴുവൻ ഡി എയും ഇപ്പോൾ 58% കൊടുത്തു. ഇനിയിപ്പോൾ ഈ ജനുവരിയിൽ പ്രഖ്യാപിച്ചത് മാർച്ചിൽ കൊടുക്കുമ്പോൾ 60%ആകും. ശമ്പള പരിഷ്കരണ കമ്മീഷനെയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടും ഉടനെ വരുന്നതാണ്. കൃത്യമായി അവർ ഡി എ കൊടുത്തു പോകുന്നു. 58%, അതിപ്പോൾ 60%ആകും. പ്രഖ്യാപിച്ചാൽ ജനുവരിയിൽ പ്രഖ്യാപിക്കും, മാർച്ചിനകത്ത് കൊടുക്കും, ജൂലൈയിൽ പ്രഖ്യാപിക്കും, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിനകത്ത് കൊടുക്കും. എല്ലാ വർഷവും അവർ കൊടുക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ കുഴപ്പം? സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് ഇത് പറയുമ്പോൾ കൊടുക്കാത്ത കാര്യമാണ് പറയുന്നത്, കൊടുത്ത കാര്യമല്ല പറയുന്നത്. കൊടുത്തത് നന്മയായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സുഭാഷിതത്തിൻ്റെ ചാനലിൽ കയറി നോക്കണം. ഇത് പലരും എന്നെ വിളിച്ചിട്ട് വർത്തമാനം പറയുന്നവരൊക്കെ ഇത് സംഘി ചാനലാണോ അല്ലെങ്കിൽ കൊങ്ങി ചാനലാണോ സുഡാപ്പി ചാനലാണോ ഒന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. എല്ലാവരുടെ എല്ലാ നന്മകളും ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദൻ മാഷിൻ്റെ പ്രസംഗവും നമ്മൾ കൊടുക്കാറുണ്ട്, സുരേഷ് ഗോപിയുടെയും കൊടുക്കാറുണ്ട്, പിന്നെ വി മുരളീധരൻ്റെയും കൊടുക്കാറുണ്ട്, പിണറായി വിജയൻ്റെയും കൊടുക്കാറുണ്ട്, ശിവൻകുട്ടിയുടെയും കൊടുക്കാറുണ്ട്, ശൈലജ ടീച്ചറിൻ്റെയും കൊടുക്കാറുണ്ട്. എല്ലാത്തിനെ സംബന്ധിക്കുന്ന നന്മകളും തിന്മകളും എല്ലാം വിലയിരുത്തുന്നൊരു ചാനലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ വേഗം സബ്സ്ക്രൈബേഴ്സിനെയും ആളുകളെയൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ നമ്പർ വിളിച്ചിട്ട് ഈ ക്യാപ്സൂൾ വിഴുങ്ങി ജീവിക്കുന്ന കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അവർ സംഘടനക്കാരാണോ എന്ന് പറഞ്ഞാൽ, ഒരു വയസ്സായ ഒരാൾ എന്നെ വിളിച്ചിട്ട് വർത്തമാനം പറയുന്നു, ചൂടാവുന്നു. അയാളുടെ ഭാര്യ സെൻട്രൽ ഗവൺമെൻറ്റാണ്, അവർക്ക് പൈസ കിട്ടിയില്ല. അവസാനം ഞാൻ അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിനെ തിരക്കിയപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്ഥിതി. അപ്പോൾ ഈ വിളിക്കുന്ന ചേട്ടന്മാരോടും അമ്മാവന്മാരോടും അപ്പൂപ്പന്മാരോടൊക്കെ പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കണ്ട. വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറേ തെറിയൊക്കെ പറഞ്ഞോളൂ, എന്നെ വിളിക്കണ്ട. ഞാൻ വേണമെങ്കിൽ ഈ പണി നിർത്താം. ഏത് ചാനൽ പണിയല്ല, ഡി എ, പിന്നെ ശമ്പള പരിഷ്കരണം, പിന്നെന്താണ്, പിന്നെ ലീവ് സറണ്ടർ, അരിയർ കിട്ടാത്ത കഥ, ഇതൊക്കെ വേണമെങ്കിൽ നിർത്താം. നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഡി എ സംബന്ധിച്ച് മറ്റൊരു കാര്യം എന്നോടൊരു വേറൊരു റിട്ടയർ ആയ ഒരാൾ വിളിച്ച് ചോദിച്ചു. അത് തിരുവനന്തപുരത്തു നിന്നാണ്. എന്നാൽ ന്യായമായൊരു ചോദ്യമാണ്, അതിൻ്റെ മറുപടി ഞാൻ പറയാം. എന്തുകൊണ്ട് പെൻഷൻകാർക്ക് 1 മാസം താമസിക്കുന്നു ഡി എ? 1 മാസം താമസിക്കുന്ന കാര്യം, പെൻഷൻകാർക്ക് അഡ്വാൻസ് ആയിട്ടാണ് ഡി എ ഡി ആർ കൊടുക്കുന്നത്. അതായത് മാസാദ്യം കൊടുക്കും. കാരണം അവർ ജോലി ചെയ്തിരുന്നവരായതുകൊണ്ട് മാസാദ്യം കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഗ്യാപ്പ് വരും. അതേസമയം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം
ജോലി കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഒരാൾ ജോലിക്ക് കയറിയാൽ ആ കയറുന്ന ദിവസം ശമ്പളം കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ ഒരാൾ ഒരു ദിവസം ഒരു ജൂൺ മാസം 1-ാം തീയതി ജോലിക്ക് കയറിയാൽ ജൂലൈ 1-ാം തീയതി ശമ്പളം കിട്ടുള്ളൂ. അതായത് ചെയ്ത ജോലിക്കുള്ള ശമ്പളമാണ് പിന്നെ ആർക്ക് കിട്ടുന്നത്? ഈ സർവീസിലുള്ളവർക്ക് കിട്ടുന്നത്. അതേസമയം പെൻഷൻകാർക്ക് മുൻകൂട്ടി പൈസ കിട്ടും. അപ്പോൾ ജൂണിൽ ഒരാൾ ജോലിക്ക് കയറിയാൽ അയാൾക്ക് ജൂലൈ 1-ാം തീയതിയെ സർവീസിലുള്ള ആളിന് ജോലി കിട്ടൂ. അതേസമയം ജൂൺ 1-ാം തീയതി പിന്നെ പെൻഷനായി നിൽക്കുന്ന ഒരാളിന് ആ ജൂൺ 1-ന് തന്നെ ആ പെൻഷൻ കിട്ടും, ജൂണിലെ പെൻഷൻ കിട്ടും. അപ്പോൾ ജൂണിലെ പെൻഷൻ ജൂൺ 1-ൽ തന്നെ അല്ലെങ്കിൽ ജൂൺ 5-നകം ജൂണിലെ പെൻഷൻകാരന് കിട്ടുമ്പോൾ ജൂണിലെ സാലറിക്കാരന് കിട്ടുന്നത്, സർവീസുകാരന് കിട്ടുന്നത് ജൂലൈയിലെ കിട്ടത്തുള്ളൂ. പക്ഷേ DA പ്രഖ്യാപിക്കുമ്പോൾ വേറൊരു കളിയുണ്ട്. DA പ്രഖ്യാപിക്കുമ്പോൾ സർവീസിലുള്ള ആളിന് DA കൊടുക്കുമ്പോഴേ DR കിട്ടുള്ളൂ. അപ്പോൾ ജൂൺ തന്നെ കഥ ഞാൻ പറയാം. ജൂണിൽ അല്ലെങ്കിൽ ജൂലൈയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജനുവരിയിൽ പ്രഖ്യാപിക്കുന്ന DA ഫെബ്രുവരി മാസമോ മാർച്ച് മാസമോ കൊടുത്തു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ കൊടുത്തു തുടങ്ങിയാൽ അയാൾക്ക് ജനുവരിയിലെ DRക്ക് കിട്ടും. പിന്നെ ഫെബ്രുവരിയിൽ കൊടുക്കുകയാണെങ്കിൽ സർവീസുകാരന് കിട്ടും, കാര്യം കഴിഞ്ഞു പോയതിൻ്റെ കിട്ടും. അതേസമയം ഫെബ്രുവരിയിൽ പിന്നെ പെൻഷൻകാർക്ക് ഫെബ്രുവരി കൊടുക്കുമ്പോൾ അവർക്ക് ആ മാസത്തത് കിട്ടത്തുള്ളൂ, ജനുവരിയിൽ അത് കിട്ടത്തില്ല. എപ്പോഴും ഒരു മാസത്തെ ഗ്യാപ്പ് പെൻഷൻകാർക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കണക്കാക്കുമ്പോൾ, പെൻഷൻകാരുടെ കണക്കെടുക്കുമ്പോൾ എനിക്ക് മറ്റൊരു ഒരു കോളേജ് പ്രൊഫസർ എനിക്കൊരു കണക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതും കൂടി ഞാനങ്ങ് വായിക്കും. ഇതൊന്നും ഞാൻ ഒരു ഡേറ്റയും എടുക്കാതെ ചുമ്മാ രാവിലെ വന്ന് വേഷം കെട്ടി ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് ആളുകൾ എന്തെങ്കിലും തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പാപം കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യകർമ്മമൊന്നും അല്ല ഇത്. ഇത് വളരെ കൃത്യമായി കാര്യകാരണ സഹിതം ഡേറ്റ പഠിച്ചിട്ടാണ് പറയുന്നത്. 294 മാസത്തെ പെൻഷൻ ആർക്ക് കൊടുക്കാനുണ്ട്? പെൻഷൻ പറ്റിയവർക്ക് കൊടുക്കാനുണ്ട്. 286 മാസത്തെ പെൻഷൻ മാത്രമേ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളൂ, ഞാൻ ഈ പറഞ്ഞ ഗ്യാപ്പ് അനുസരിച്ച്. അപ്പോൾ 286 പോയിട്ട് 86 4 പിന്നെ 4 2 6 മാസം വീണ്ടും ഗ്യാപ്പ് 6. അപ്പം ഈ ഗ്യാപ്പ് വന്നുകൊണ്ടേയിരിക്കും. ഓരോ വർഷത്തിൽ 2 വെച്ച് ഇങ്ങനെ ഗ്യാപ്പ്, ഓരോ മാസത്തെ ഗ്യാപ്പ് പെൻഷൻകാർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് വേണമെങ്കിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻകാരോ അതിൻ്റെ അസോസിയേഷൻകാരോ വേണമെങ്കിൽ നിങ്ങൾ റേസ് ചെയ്യുക. നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ എൻ്റെ തോളിൽ കയറരുത്, എന്നെ വിളിച്ച് തെറി പറയരുത്. നിങ്ങൾ അഭിനന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 5 പൈസ തരാതെ, ഒരു കമൻറ്റ് പോലും പറയാതെ, അല്ലെങ്കിൽ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ, പിന്നെ അഭിനന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നു. ഇങ്ങനെ ഇത്രമാത്രം വീഡിയോ ചെയ്യുന്ന ഏത് ചാനലാണുള്ളത്? ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇത് അയ്യപ്പ ഭക്തി ഗാനം ഇട്ടാൽ 1.5 ലക്ഷം പേര് കാണും. ഞങ്ങൾക്ക് മറ്റേ ആഗോള സംഗമത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണും. ഒരുപാട് വീഡിയോസ് ഞങ്ങൾ കാണുന്നവരുണ്ട്. ഇത് മാത്രമല്ല, അതുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ ആളെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ലൈനിൽ വർത്തമാനം പറയരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാമൂഹ്യ ബാധ്യത എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യമായ കടപ്പാടെന്നുള്ള നിലയിലാണ് ഞങ്ങൾ അംഗനവാടികളുടെ വീഡിയോ ചെയ്യുന്നു. എത്ര വീഡിയോ ചെയ്തു? 100ഓളം വീഡിയോ ചെയ്തു. ആശാ വർക്കേഴ്സിൻ്റെ വീഡിയോ ചെയ്തു. 50-50ഓളം വീഡിയോ ചെയ്തു. പാചക തൊഴിലാളികളുടെ വീഡിയോ ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ വീഡിയോ ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ വീഡിയോ ചെയ്തു. അങ്ങനെ സമസ്ത ജനവിഭാഗങ്ങളുടെയും വീഡിയോ ചെയ്തു. ഒരു വ്യക്തിയുടെ വീഡിയോ പോലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അനീതി കാണുമ്പോൾ അതിനെതിരെ പടവാളെടുക്കുന്ന ഒരു ശീലം ഞങ്ങളുടെ ചാനലിനുണ്ട്. അതെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ആളുകൾ വന്ന് ന്യായീകരിക്കരുത്. സോറി ടു സേ, നിങ്ങളുടെ തല, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ തലച്ചോറ് ഏതെങ്കിലും പാർട്ടിക്ക് കൊണ്ട് അടിമയായിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ആ പണി നിങ്ങൾ അവിടെ ചെയ്തോണം. നമ്മുടെ ചാനലിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത്. ദയവായി ഇനി എന്നെ അത്തരം കാര്യങ്ങളിൽ വിളിക്കരുത്.